എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പം ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു, അനവരതം ദൂതർ സ്ഥിതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആയിരം ദൂതസൈന്യം ആമോദമോടെ പാടുന്നു. അതിൽ നടുവിൽ ഞാൻ തിരുമിണമീട്ടി ആത്മീയ ഗീതങ്ങൾ പാടി ഞാൻ. ആശകളിൽ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു, അനവരതം ദൂതർ സ്ഥിതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഗാനമാണ് എന്നെ ഈ ആഴ്ച മുഴുവനും, സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വഴി നടത്തിയ ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഈ സോങ് എനിക്ക് നൊസ്റ്റു തന്നെയാണ്. ഞങ്ങളുടെ പണ്ടത്തെ ഒരു ആൻറ്റിയുണ്ട്, അങ്കിളുണ്ട്, ജോയി അങ്കിളും ബെറ്റി ആൻറ്റിയുടെ ആങ്ങള രാജു മാവിലക്കര അങ്കിളും വൈഫും പാടിയ പാട്ടാണ്. അപ്പം അവരൊക്കെ ആ തീരത്തെ അണഞ്ഞു. അവരൊക്കെ, അതായത് ആ രാജു മാവിലക്കര അങ്കിളും ആൻറ്റിയൊക്കെ ആ തീരത്ത് അണഞ്ഞു. അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ അവരുടെ ആ പാട്ട് ഇപ്പോഴും നമ്മൾക്ക് പ്രത്യാശ തരുന്നു. ഞാനിത് തുടങ്ങിയത് ഈ ഒരു ഗാനമാണ് എന്നെ ഇപ്പം ഈ കുറേ ദിവസമായിട്ട് ശക്തീകരിക്കുന്നത്. നിങ്ങൾ ഓർക്കും ഞാൻ എന്നെ ഇങ്ങനെ കിടക്കുന്നത്, എനിക്ക് നേരെ ഇരിക്കാൻ വയ്യ. ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കുക തന്നെയല്ല, വയറ് ലൂസ്